ഹേ ഗായ്സ്, അപ്പം നമ്മളിന്ന് നമ്മുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചീനെ ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവാണ്. ഈ പലഹാരവും അലമാരി പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കൂലേ, അതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ അളിയൻ പെട്ടിയൊക്കെ സെറ്റാക്കാണ്. ഇത് ചേച്ചി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി സാധനങ്ങളൊക്കെ ഇറക്കി വീടൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങി. ഞാൻ ചേച്ചിയുടെ ചേട്ടനും കൂടെ കാറിലാണ് പോയത്. കാറിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ അവരെ സ്വർഗത്തിലൊരു കട്ടറും ബാവോ എന്ന്. അങ്ങനെ ഏകദേശം ഒരു 1 അവർ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ ചേട്ടൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ട്രാവലർ വന്നത്. എന്നിട്ട് അതിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയ ശേഷം നമ്മൾ നേരെ വീട്ടിൽ കയറി നമ്മളൊരു ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ച് പലഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഓൾറെഡി അലമാരി ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം നമ്മൾ ചേട്ടൻ്റെ റൂമിൽ കയറി അത് അലമാരിയൊക്കെ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്ത അലമാരി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മിറർ കണ്ടു. പിന്നെ ഒരു മിറർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയും വീഡിയോ എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 2 ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അലമാരിയുടെ കീ കൊടുക്കണ ഒരു ചടങ്ങുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ അമ്മ ചെക്കൻ്റെ അമ്മയ്ക്ക് ഈ അലമാരിയുടെ കീ കൊടുക്കണം, അതായിരുന്നു സംഭവം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ താഴെ നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പിള്ളേർ. അപ്പം ഞങ്ങളെയും വിളിച്ചിട്ട് താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഹോളിൽ വന്നിരുന്നു. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്ന ഇവനാണ് അക്കു. ഇവന് വീഡിയോ എടുക്കാൻ തീരെ താല്പര്യമില്ല. അവൻ്റെ കൂടെ ഒരു ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ളത് അത്രപ്പാടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊരു ഫോട്ടോയോ വീഡിയോ ഒന്നും നല്ലത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അളിയൻ്റെ അടുത്ത് ബായ് പറഞ്ഞപ്പോൾ അപ്പോൾ അളിയൻ പറഞ്ഞു, അളിയനല്ല ബ്രോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നിൽക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചി ഇത്തിരിയെങ്കിലും കരയുമെന്ന്. സാധാരണ അങ്ങനെയാണല്ലോ, പക്ഷേ ചേച്ചി കരഞ്ഞൊന്നുമില്ല. ഷീ ഈസ് ഹാപ്പി. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവലറിൽ കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് പിള്ളേർ ചില്ല് ചെയ്യാൻ വേണ്ടി പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. സോ ഗായ്സ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.